എക്സസൈസ് 2.1 ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് സോൾവ് ചെയ്യുന്നത്. അതിൽ 6th വണ്ണാണ് ഇപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ളത്. ഇഫ് എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു സെറ്റ്, അതായത് രണ്ട് സെറ്റ്സിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഇവർ ഓൾറെഡി തന്നിട്ടുണ്ട്. ഫൈൻഡ് എ ആൻഡ് ബി. അങ്ങനെയെങ്കിൽ എന്താണ് ആ രണ്ട് സെറ്റ്സ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് യൂഷ്വലി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ എ എന്നുള്ള സെറ്റ് കണ്ടുപിടിക്കാൻ. നമുക്കറിയാം കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ എന്ന് പറയുമ്പോൾ ഓരോ ഓർഡേർഡ് പെയറിലെയും ആദ്യത്തെ എലമെന്റ്സുകളെല്ലാം ഫസ്റ്റ് സെറ്റിലെ എലമെന്റ്സ് ആയിരിക്കും. അതായത് ഇവിടെ എ ക്രോസ് ബിയിലെ ഫസ്റ്റ് സെറ്റ് എ ആണ്. അപ്പോൾ ഇതിലെ എലമെന്റ്സ് ആവും ആദ്യത്തെ ഓർഡേർഡ് പെയറിലെ എ, അടുത്ത ഓർഡേർഡ് പെയറിലും എ തന്നെയാണ്. അപ്പൊ നമ്മൾ എ ഓൾറെഡി ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, അപ്പൊ പിന്നെയും റിപ്പീറ്റ് ചെയ്യണ്ട. അടുത്തത് ബി ആണ്, ബി എഴുതുക. അടുത്ത ഓർഡേർഡ് പെയറിലും ഫസ്റ്റ് എലമെന്റ് ബി ആണ്, അപ്പൊ റിപ്പീറ്റ് ചെയ്യണ്ട. ഇതാണ് സെറ്റ് എ. അടുത്തത് സെറ്റ് ബി എഴുതാനായിട്ട് ഓർഡേർഡ് പെയർസിലെ സെക്കൻഡ് എലമെന്റ്സ് എഴുതുക. അത് എക്സ്, ഇതില് വൈ, ഇതില് എക്സ് ആണ് എഴുതിയിട്ടുണ്ട്, ഇതില് വൈ ആണ്. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള രണ്ട് സെറ്റ്സ്. നമ്മൾ ചെയ്തിട്ടുള്ളത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓർഡേർഡ് പെയർ എടുത്താൽ മതി. അതായത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് ഇത് തന്നെ കിട്ടുമോ എന്ന് നോക്കിയാൽ മതി. ഇതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഒന്ന് എടുത്ത് നോക്കിയേ. അതില് ഫസ്റ്റ് സെറ്റിലെ ഫസ്റ്റ് എലമെന്റ് എ, അടുത്ത സെറ്റിലെ ഫസ്റ്റ് എലമെന്റ് എക്സ്, അതുപോലെ എയും വൈയും, അടുത്തത് ബി കോമ എക്സ്, അതുപോലെ ബി കോമ വൈ. ഇത് തന്നെയല്ലേ ഈ എലമെന്റ്സ് എല്ലാം, എ എക്സ്, എ വൈ, ബി എക്സ്, ബി വൈ. അതായത് ഇത് രണ്ടുമാണ് സെറ്റ്സ് എയും ബിയും. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7. ലെറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2, ബി ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4, സി ഇസ് ഈക്വൽ ടു 5 6, ഡി ഇസ് ഈക്വൽ ടു 5 6 7 8. 4 സെറ്റ്സ് കൊടുത്തിട്ടുണ്ട്. വെരിഫൈ ദാറ്റ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയാണോ, ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ ശരിയാണോ എന്നാണ്. അതായത് പറഞ്ഞിട്ടുള്ളത് ഈ പാർട്ട് ഇതിനോട് ഈക്വൽ ആണെന്നാണ്. വെരിഫൈ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം LHS എഴുതുക, അടുത്തത് RHS കണ്ടുപിടിക്കുക. രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഞാൻ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ആദ്യം LHS എടുക്കുവാണ്. അതിൽ എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സിയില് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കാൻ ആദ്യം നമുക്ക് ഈ ടേം എഴുതാം. അതായത് ബിയും സിയും തമ്മിലുള്ള ഇന്റർസെക്ഷൻ നോക്കുക. ബി എന്നുള്ള സെറ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 ഇതാണ് ബി. സി നോക്കിയാൽ 5 6. ഈ രണ്ട് സെറ്റിലും എന്തെങ്കിലും ഒരു കോമൺ എലിമെന്റ് ഉണ്ടോ? ഇല്ല. അതായത് ഈ രണ്ട് സെറ്റിലും ഇന്റർസെക്ഷൻ നമുക്ക് കിട്ടുന്നത് എംപ്റ്റി സെറ്റ് ആണ്. അപ്പൊ നമുക്ക് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ 5 അല്ലേ, എ ക്രോസ് 5 എഴുതാം. എ എന്നുള്ള സെറ്റ് 1 2. ആ സെറ്റും എംപ്റ്റി സെറ്റും കൂടി കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുത്താൽ, ക്രോസ് ചെയ്താൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ എലമെന്റ്സ് ഉണ്ടാകുമോ? ഇല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു എംപ്റ്റി സെറ്റും ഒരു നോർമൽ സെറ്റും കൂടി ക്രോസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു എംപ്റ്റി സെറ്റ് ആയിരിക്കും. അതായത് ഈ ഒരു ഹോൾ പാർട്ട് നമുക്ക് LHS കിട്ടിയിട്ടുള്ളത് എംപ്റ്റി സെറ്റ് ആണ്. ഇനി RHS ചെക്ക് ചെയ്യാം. RHS ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി ആണ്. അപ്പൊ ആദ്യം എ ക്രോസ് ബിയും അതുപോലെ എ ക്രോസ് സിയും കാണാം. എ ക്രോസ് ബിയില് എ എന്ന് പറഞ്ഞാൽ സെറ്റ് 1 2, ക്രോസ് ബിയില് 1 2 3 4. ഇത് ക്രോസ് ചെയ്യുമ്പോൾ 1 1 1 2 1 3 1 4. അതുപോലെ 2 1 2 2 2 3 and 2 4. ഇതാണ് എ ക്രോസ് ബി. ഇതുപോലെ എ ക്രോസ് സി കണ്ടുപിടിക്കുക. എ ക്രോസ് സി എഴുതുമ്പോൾ ഇതുപോലെ വരും 1 5 1 6 2 5 2 6. അടുത്തത് RHS പാർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് എ ക്രോസ് ബിയും കിട്ടി, എ ക്രോസ് സിയും കിട്ടി. രണ്ടും കൂടി ഇനി ഇന്റർസെക്ഷൻ എടുക്കുക. ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, എന്തെങ്കിലും കോമൺ എലമെന്റ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഈ ഒരു എ ക്രോസ് ബിയിലാണ് 1 2 3 4 5 6 7 8 എലമെന്റ്സ് ഉണ്ട്. ഈ ഒരു സെറ്റില് 1 2 3 4 എലമെന്റ്സേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും എളുപ്പം ഇതിലെ എലമെന്റ്സ് ഇതിലുണ്ടോ നോക്കിയാൽ മതി. ഫസ്റ്റ് എലമെന്റ് 1 5 ഇതിലില്ല.
അടുത്ത 1 6 നോക്കുക. 1 6 ഇല്ല. നെക്സ്റ്റ് 2 5. 2 ഉണ്ട്, 2 3, 2 4 ഉണ്ട്, 2 5 ഇല്ല. 2 6 നോക്കുക, 2 6 ഇല്ല. അതായത് എ ക്രോസ് സിയിലെ ഒരു എലമെന്റ് പോലും ഇതിലില്ല. അതിന്റെ അർത്ഥം എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി എം ടി സെറ്റ് ആണ്. അത് തന്നെയാണ് RHS പാർട്ട്. അപ്പോൾ RHS പാർട്ടും LHS പാർട്ടും ഈക്വൽ ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്രോസ് സി ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി. എ ക്രോസ് സി ബി ക്രോസ് ഡിയുടെ ഒരു സബ്സെറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആദ്യം എ ക്രോസ് സി കണ്ടുപിടിക്കുക. സെറ്റ് എ ഇത്, സി ഇത് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ 2 എലമെന്റ്സ്, ഇതിലും 2 എലമെന്റ്സ്. അപ്പോൾ എ ക്രോസ് സിയിൽ മൊത്തം 4 എലമെന്റ്സ് ഉണ്ടാകും. അതാണിത്. അടുത്തത് ബി ക്രോസ് ഡി കണ്ടുപിടിക്കുക. ഇതിൽ 4 എലമെന്റ്സ് ഉണ്ട്, ഇതിലും 4 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ എ ക്രോസ് ഡിയിൽ മൊത്തം 4 × 4 16 എലമെന്റ്സ് ഉണ്ടാവും. 1 5 1 6 1 7 1 8. അതുപോലെ 2 5 2 6 2 7 2 8. അടുത്തത് 3 5 3 6 3 7 3 8. അതുപോലെ തന്നെ 4. ഇത്രയും എലമെന്റ്സ് ആണ് ബി ക്രോസ് ഡിയിലുള്ളത്. ഇനി എ ക്രോസ് സിയിലെ എ ക്രോസ് സി ഇതിന്റെ സബ്സെറ്റ് ആവണമെന്നുള്ള കണ്ടീഷൻ എന്താ? എ ക്രോസ് സി സബ്സെറ്റ് ആവണമെങ്കിൽ ഇതിലുള്ള എല്ലാ എലമെന്റ്സും ഇതിലുണ്ടാവണം. ഇതിലെ എല്ലാ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഉള്ള 4 പേരും ഇതിലുണ്ടാവണം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ആദ്യത്തേത് 1 5. 1 5 ഇതാ ഇതിലുണ്ട്. അടുത്തത് 1 6. 1 6 ഉണ്ട്. നെക്സ്റ്റ് 2 5. 2 5 ഇതാ ഇതിലുണ്ട്. അടുത്തത് 2 6 ഇതാ. ഈ 4 എലമെന്റ്സും ഈ സെറ്റിലുണ്ട്. ദെയർഫോർ നമുക്ക് പറയാം എ ക്രോസ് സി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി എന്ന് ഇതാ ഇങ്ങനെ സിമ്പിൾ ഇട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇത് സെറ്റ് സി ആണ്, ഇത് സബ്സെറ്റ് ഉണ്ട്. സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി. Question number 8. Let A is equal to set 1 2 and B is equal to set 3 4. Write A cross B. ആദ്യത്തെ ക്വസ്റ്റ്യൻ എ ക്രോസ് ബി എഴുതാനാണ്. അപ്പോൾ എ ക്രോസ് ബിയിൽ ഫസ്റ്റ് എലമെന്റ് 1 3. ആദ്യത്തെ ഓർഡേർഡ് പെയർ 1 4. അതുപോലെ 2 3 2 4. ഇതാണ് എ ക്രോസ് ബി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മെനി സബ്സെറ്റ്സ് വിൽ എ ക്രോസ് ബി ഹാവ്? എ ക്രോസ് ബി എന്ന് പറഞ്ഞ സെറ്റ് ഇതാണ്. ഈ ഒരു സെറ്റിന് എത്ര സബ്സെറ്റ്സ് എഴുതാൻ പറ്റും? ലിസ്റ്റ് ദം. അവരെല്ലാരെയും ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സെറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സെറ്റിന് എത്ര സബ്സെറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് 2n ആണ് സബ്സെറ്റ്സിന്റെ എണ്ണം, നമ്പർ ഓഫ് സബ്സെറ്റ്സ്. അതായത് ഇവിടെ 2 എത്ര എലമെന്റ്സ് ഉണ്ട് എ ക്രോസ് ബിയിൽ? 1 2 3 4. 4 എലമെന്റ്സ് ഉണ്ട്. 2 എലമെന്റ്സ് ആണ്. അതായത് 16 എലമെന്റ്സ് ആയിരിക്കും ഈ സബ്സെറ്റിൽ ഉള്ളത്. അപ്പൊ ഹൗ മെനി എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആയി 16 എലമെന്റ്സ് ഉണ്ടാവും. ലിസ്റ്റ് ദം. ഇനി സബ്സെറ്റ്സ് എല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. എല്ലാ സബ്സെറ്റും അതായത് എം ടി സെറ്റ് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ എം ടി സെറ്റ് സബ്സെറ്റ്സിന്റെ കൂട്ടത്തിൽ ഒരെണ്ണം വരും. അടുത്തത് ഓരോരോ എലമെന്റ്സും സിംഗിൾട്ടൺ സെറ്റ്സ് ആയിട്ട് എഴുതാം. ഈ ഒരു എലമെന്റ് ഒരു സബ്സെറ്റ് ആണ്, ഈ ഒരു എലമെന്റ് ഒറ്റക്കുള്ള ഒരു സെറ്റ് ഒരു സബ്സെറ്റ് ആണ്, ഇത് എലമെന്റ്, അങ്ങനെ 4 ഡിഫറെന്റ് സബ്സെറ്റ് വേറെ കിട്ടി. അടുത്തത് നമുക്ക് രണ്ട് സെറ്റ്സ് വെച്ചിട്ട് എഴുതാം. ഈ എലമെന്റും കൂടി 1 3 1 4 ഒരു സെറ്റ്. അടുത്തത് 1 3 2 3 1 3 2 4 അങ്ങനെ സെറ്റ് കിട്ടി. 1 3 വെച്ചിട്ട് തന്നെ നമുക്ക് 3 സെറ്റ്സ് എഴുതാം, അതായത് 2 എലമെന്റ്സ് വെച്ചിട്ട്. അതുപോലെ തന്നെ ഇനി 1 4 2 3 എഴുതാം, 2 3 2 4 എഴുതാം, 1 4 2 4. അങ്ങനെ 2 എലമെന്റ്സ് വെച്ചിട്ട് നമുക്ക് ഇത്രയും സെറ്റ് എഴുതാം. ഇനി 3 എലമെന്റ്സ്. ആദ്യത്തെ ഈ 3 എലമെന്റ്സ്, പിന്നെ ഇത് അവസാനത്തെ 3 എലമെന്റ്സ്, പിന്നെ അതുപോലെ പെയർ ചെയ്ത് ഇതും അങ്ങനെ വീണ്ടും നമുക്ക് 3 എലമെന്റ്സിന്റെ സെറ്റ് 4 എണ്ണം എഴുതാം. ഇനി എല്ലാ സെറ്റും അതിന്റെ തന്നെ സബ്സെറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫുൾ സെറ്റിനെ ആദ്യം എഴുതാം. എപ്പോഴും നമ്മൾ സബ്സെറ്റ്സ് എഴുതുമ്പോൾ ഒന്ന് എം ടി സെറ്റ് എഴുതുക, പിന്നെ ആ സെറ്റ് തന്നെ ഒരു പ്രാവശ്യം എഴുതുക. അപ്പം തന്നെ 2 സബ്സെറ്റ്സ് ആയി. പിന്നെ ഓരോ സിംഗിൾട്ടൺ സെറ്റ്സ് എഴുതുക,
പിന്നെ 2 എലമെന്റ്സ് ഉള്ള സെറ്റ്, പിന്നെ 3 എലമെന്റ്സ്, അങ്ങനെ നമ്പർ ഓഫ് എലമെന്റ്സ് കൂട്ടി കൂട്ടിയാണ് എപ്പോഴും സബ്സെറ്റ് എഴുതുക. ഇതാണ് 16 എലമെന്റ്സ് ഉള്ള സബ്സെറ്റ്. എണ്ണി നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഇത്രയുമാണ് സബ്സെറ്റ്സ്. 9th question. Let A and B be two sets. A യും B യും രണ്ട് ഡിഫറെന്റ് സെറ്റ്സ് ആണ്. Such that n of A is equal to 3. അതായത് എയില് 3 എലമെന്റ്സും n of B is equal to 2. B എന്നുള്ള സെറ്റില് 2 എലമെന്റ്സും ആണെങ്കിൽ then if x, 1, y, 2, z, 1 are in A cross B, ഈ രണ്ട് സെറ്റിന്റെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റില് വരുന്ന 3 എലമെന്റ്സ് ആണ് ഇവര്. അങ്ങനെയെങ്കിൽ എന്താണ് ആ സെറ്റ് എയും ബിയും? ഇതേപോലൊരു പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ എലമെന്റ്സ് എ ക്രോസ് ബിയിലെ എലമെന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് 1 y 2 z 1. അങ്ങനെയെങ്കിൽ എ എന്നുള്ള ഫസ്റ്റ് സെറ്റിലെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ സെറ്റിലെയും ഓർഡേർഡ് പെയറിലെയും ആദ്യത്തെ എലമെന്റ്സ്, അതായത് ഇതിലെ എക്സ്, ഇതിലെ വൈ, ഇതിലെ സെഡ്. അടുത്തത് സെക്കൻഡ് സെറ്റ് ബി എന്ന് പറഞ്ഞാൽ ഈ ഓർഡേർഡ് പെയറിലെ സെക്കൻഡ് എലമെന്റ്സ് 1 വരും, 2 വരും, അഗെയിൻ 1 ആണ്. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട. ഇതാണ് ഇത് നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷനായിട്ട് നോക്കി. n of A is equal to 3. എയില് 3 എലമെന്റ്സ്, n of A 3 ആണ്. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. അതുപോലെ n of B 2, n of B ഇതിലും 2 ആണ്. അപ്പോൾ ഇതാണ് സെറ്റ് എയും ബിയും. 10th question. The Cartesian product A cross A has 9 elements എന്ന് പറഞ്ഞാൽ number of elements in the Cartesian product A cross A 9 ആണ്. Then among which are found -1, 0 and 0, 1. അതായത് Cartesian product A cross Aയിലെ ഒത്തിരി എലമെന്റ്സ് ഉണ്ട്. അതിൽ മൊത്തം 9 എലമെന്റ്സ് ഉണ്ട്. അതിൽ 2 എണ്ണമാണ് 1 0യും 0 1ഉം. ബാക്കി എത്രയാണെന്ന് നമുക്ക് അറിയില്ല, ഇനിയും ഉണ്ട്. അങ്ങനെയെങ്കിൽ എ എന്ന സെറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുക. അതുപോലെ എ ക്രോസ് എയിലെ ബാക്കി എലമെന്റ്സും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം എ ക്രോസ് എ ആണ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും എല്ലാം സെയിം തന്നെയല്ലേ, എ തന്നെയാണ്. അപ്പൊ എലമെന്റ്സ് എന്തൊക്കെ വരും എയില്? ഫസ്റ്റ് സെറ്റിലെ എലമെന്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഫസ്റ്റ് ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റ് എടുക്കുക. -1 വരും, ഇപ്പുറത്തെ 0യും വരും. സെക്കൻഡ് സെറ്റിലെ എലമെന്റ്സ് കണ്ടുപിടിക്കാനായിട്ട് സെക്കൻഡ് എലമെന്റ് 0, ഇതിലെ സെക്കൻഡ് എലമെന്റ് 1. ഇവിടെ ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും എല്ലാം സെയിം തന്നെയല്ലേ, അതായത് ഈ 3 എലമെന്റ്സ് ആണ് എയിൽ വരുന്നത്. ഇനി എ ക്രോസ് എ കാണുക. എ ക്രോസ് എ കാണാൻ വീണ്ടും ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ -1, -1, -1 0, -1 +1, അടുത്തത് 0 -1 0 0 0 +1, അതുപോലെ 1 -1 1 0 1 1. ഇതാണ് എ ക്രോസ് എയിലെ ബാക്കി എലമെന്റ്സ്.